ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. റിപ്പോർട്ടർ ഇമ്പാക്ട്. പെരിങ്ങടവിള ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിൽ സമഗ്രമായ അന്വേഷണത്തിന് കേസ് വിജിലൻസിന് കൈമാറാൻ ശുപാർശ. ജില്ലാ ഓംബുഡ്സ്മാനാണ് സംസ്ഥാന മിഷൻ ഡയറക്ടറോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന അക്രഡിറ്റഡ് എഞ്ചിനീയർ ലത, ഓവർസീർ ശിവകുമാർ എന്നിവരെ അടിയന്തരമായി മാറ്റി നിർത്തണമെന്നും ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവരെ തലസ്ഥാനത്ത് നിന്ന് 5 വർഷത്തേക്ക് സ്ഥിരമായി മാറ്റി നിർത്താനും നിർദ്ദേശമുണ്ട്. പഞ്ചായത്തിലെ 16 വാർഡുകളിലെ തൊഴിലുറപ്പ് പണികളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ റിപ്പോർട്ടർ ടിവിയാണ് വാർത്തയാക്കിയത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, പെരിങ്ങടവിള പഞ്ചായത്തിലെ പെരിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ്. ആ റിപ്പോർട്ടിന് ശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വിജിലൻസിലേക്ക് പോവുകയാണോ അന്വേഷണം? ജില്ലാ കളക്ടർക്ക് ഓംബുഡ്സ്മാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അരുൺ, കഴിഞ്ഞ 4 വർഷമായി പെരിങ്ങടവിള ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള പണികൾ സംബന്ധിച്ച് കൃത്യമായിട്ട് സമഗ്രമായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് വരുന്ന 30 ദിവസത്തിനുള്ളിൽ നൽകണമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഓംബുഡ്സ്മാൻ നൽകിയിരിക്കുന്നത്. ഇതിന് ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറിനാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി അതിൽ ഒരു അന്വേഷണം, സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണവും വേണം. അതിനാണ് ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് മേധാവിക്ക് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ 16 വാർഡുകളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നു. ഏറെ കൗതുകകരമെന്ന് പറയുന്ന ഒരു കാരണം, ഈ സ്വാഭാവികമായിട്ട് തൊഴിലുറപ്പ് പണികൾ നടക്കുമ്പോൾ ആ സൈറ്റിൽ വെച്ച് തന്നെ ഈ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഫോട്ടോ എടുത്ത് മസ്റ്റർ റോളിൽ പതിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അത് രാവിലെയും വൈകുന്നേരവുമാണ് ഈ പണികൾ ചെയ്യുന്ന ജോലിക്കാരുടെ ഫോട്ടോ എടുക്കുക. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ബിനാമികളാണ് കരാർ ഏറ്റെടുത്ത് പണികൾ ചെയ്യുന്നത്. 100 ദിനം പൂർത്തിയാക്കിയ പല തൊഴിലാളികളുടെയും തൊഴിൽ കാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് നടത്തിയപ്പോൾ ഇവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാളിച്ച, സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഫോട്ടോകൾ സഹിതം എടുത്ത് അയച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്തിയത്. അത്തരത്തിൽ വലിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുമെന്നുള്ള വിവരം എന്തായാലും പഞ്ചായത്തോ അല്ലെങ്കിൽ പെരിങ്ങടവിള ബ്ലോക്ക് ഓഫീസർമാരോ ഇത് അറിഞ്ഞിട്ടില്ല. നിലവിൽ 7 മേറ്റുമാരെയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് 5 വർഷത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇവർ ഈ സ്ഥലത്ത് തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല. മറ്റൊന്ന്, 2021 സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നു. മേറ്റുമാരെ നിയമാനുസൃതം നിയമിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ അതിവിടെ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്തി ഉടൻ തന്നെ വരുന്ന 15 ദിവസത്തിനുള്ളിൽ പുതിയ മേറ്റുമാരെ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം നിയമിക്കണമെന്നുള്ളതും ഇപ്പോൾ ജില്ലാ ഓംബുഡ്സ്മാൻ നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഓരോ തട്ടിപ്പിന് പിന്നിൽ ഒരു ജില്ലാ തന്നെ ഒരു ബ്ലോക്ക് ഓഫീസറുണ്ട്, അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ ഓഫീസറുണ്ട്, ഓവർസീറായിട്ടുള്ള ശിവകുമാറിനെയും അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ ഓഫീസറുള്ള ലതയും, ഇവർ രണ്ടുപേരെയും ഉടനടി തന്നെ അടിയന്തരമായിട്ട് നടപടിയെടുത്തുകൊണ്ട് ഇവരുടെ ഈ മേൽനോട്ടത്തിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തി മറ്റൊരു ഉദ്യോഗസ്ഥരെ ഈ ഭാഗത്തേക്ക് നിയമിക്കണമെന്നുള്ള ഒരു ഉത്തരവ് കൂടിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ വന്നിട്ടുള്ളത് ഇടക്കാല ഉത്തരവാണ്. നമ്മൾ നേരത്തേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ക്ഷേമനിധി പെൻഷനൊക്കെ അനധികൃതമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനധികൃതമായി പണം കൈപ്പറ്റിയ ആരൊക്കെയാണോ അവരെ കണ്ടെത്തി ഉടൻ തന്നെ ഈ പണം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണമെന്നുള്ളതുകൂടെയാണ് ഇപ്പോൾ നിലവിൽ ജില്ലാ ഓംബുഡ്സ്മാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇതിന് പുറമെ ഈ പഞ്ചായത്തിലെ 16 വാർഡുകൾക്ക് പുറമെ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും ജില്ലാ ഓംബുഡ്സ്മാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. ലജ്ജാകരമാണ്. സാധാരണ ഗ്രാമീണ സ്ത്രീകളെയും ഒക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഈ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങളിൽ സുതാര്യത വേണം. ആ സുതാര്യതയെ മറികടന്നുകൊണ്ട് തട്ടിപ്പുകൾ നടത്തി കോടികളാണ് വെട്ടിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഓംബുഡ്സ്മാനിലെ പരാതി. ഓംബുഡ്സ്മാൻ ഈ വിഷയത്തിൽ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. ഒരു കാരണവശാലും അതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ വെറുതെ പോകാൻ പാടില്ല. അവർക്കെതിരെ നടപടി ഉണ്ടാവണം.